ഹലോ ഗൈസ്, നമ്മൾ അന്നുണ്ടാക്കിയ കണ്ണൻ്റെ കുളല്ലേ അത് വറ്റിച്ചാൽ പോകട്ടോ. ആദ്യം നമുക്ക് പുലിവാക്ക് ഒരു ഗപ്പിനെ ഒരു മോളിനെയും കൊടുക്കാം. കണ്ടോ, കുഞ്ഞൊരു മോളിനെ നമ്മൾ കൊടുക്കണം. ആദ്യം പുലിവാഹ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല മീനുണ്ടോ നോക്കാൻ വേണ്ടി ഗൈസ് വിട്ടിട്ടോ. നമുക്കൊരു ഗപ്പിനെ കൊടുക്കാം. ബിഗ് ഗിയറിൽ വിട്ടിട്ടത് അതിന് വിട്ടിട്ടോ. നമ്മൾ രാവിലെ കുറേ കൊടുത്തോണ്ട് 2 എണ്ണത്തിന് മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പം നമുക്ക് നമ്മളെ ബാക്കി പരിപാടിക്ക് ഇറങ്ങിയാലോ. വേണ്ട, ഒന്നും പറയൊന്നും വേണ്ട. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പറയാം. എപ്പോഴായാലും ജനല്ലേ പോലെ സൗണ്ട് ഇല്ല മോനെ. എനിക്കാണെ അല്ലെങ്കിൽ ഒരു ഒച്ചയില്ല. നമ്മളിതിൽ കുറേ ഇലകളൊക്കെ കൊടുത്തിട്ട് കൊടുത്തോ. നമ്മൾ വറ്റിച്ചുള്ള കാരണം ഇത് കുറച്ച് ആഴം കൂട്ടണം. പിന്നെ അതൊക്കെ ആഫ്രിക്കനെ മുഷീനെ ഇടണം കേട്ടോ. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം. ഗപ്പിൻ്റെക്ക് ഇടുകാരണം മുഷീനെ നമ്മൾ ഇതൊക്കെ ഇടാനാട്ടോ തീരുമാനിച്ചിരിക്കണ്. അപ്പോൾ ഓർമ്മയിലാണ് ഇത്. ഇപ്പൊ പറഞ്ഞ ഒച്ചല്ല. അപ്പോൾ ഗൈസ് നമുക്ക് കോയിൽ പൊക്കിയപ്പോൾ കണ്ണില്ലാത്ത കണ്ണനെ കിട്ടിയിട്ട് ഒരു കണ്ണ് ചൂണ്ടമ്മ കൊളുത്തിട്ട് അതുകൊണ്ട് പൊയ്ക്കാണ്. ഒരു ഭാഗത്ത് കണ്ണില്ല കേട്ടോ. നമുക്കിത് കിട്ടാം. ഇത് വേണം ഇതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ നമ്മൾ പൊക്കിയെടുത്തിട്ടു. ഗൈസ് നമ്മൾ കൊടുന്നിട്ട കണ്ണന്മാരെ അധികം ഒന്നിനും കാണല്ല കേട്ടോ. 2 എണ്ണത്തിന് 3 എണ്ണത്തിന് നമ്മൾ ആകെ കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് ഇനി ഇത് പൊടിച്ചിട്ട് കാട്ടിത്തരാം എത്ര മീനുണ്ടെന്നൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പണിക്ക് ഇതിന് വേണ്ടി 2 പൈപ്പിൻ്റെ തലയിൽ ഇങ്ങനെ ആക്കിയിട്ട് 2 പൈപ്പാണ് ഇതാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് 3 എണ്ണത്തിന് പൊടിച്ചു കിട്ടോ. 3 എണ്ണം ഉള്ളൂ ആ കയ്യിലുള്ളത്. നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഇത്ര ഉള്ളൂ. 3 എണ്ണമാണ്. കണ്ടതാണ് ആ കണ്ണില്ലാത്തവൻ. മൂത്തവനാണ് കണ്ണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണിട്ടോ ഒരു കുഞ്ഞൻ കിടക്കണൊക്കെ നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അതെങ്ങനെ ആട്ടിത്തരാൻ കുറച്ച് ആഴം കൂട്ടണം കേട്ടോ. ഇത് ഇവിടെ നമ്മളൊരു ഓട്ട കണ്ടു. ഇവിടെ ഓട്ടാതെ ഇവിടെ കോട്ടകളാണ്. ഇതിപ്പോൾ കാക്കു കോപ്പേണ്ട ഇതാ കാട്ടിത്തരാം. ഇതുപോലെ ഇങ്ങനെ കോരി വെച്ചപ്പോൾ കല്ലുകൾ അടിയിലുണ്ടാകുമ്പോൾ ഇങ്ങനെ അമരുമ്പോൾ അത് 1 2 കുറേ ഓട്ടകളായിട്ടോ. ഇതിങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും കരുതുന്നു. നിറയെ ചളിയാട്ടോ ഇതിൽ. കാക്കോട് ഷീറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മഞ്ഞ ഷീറ്റ് എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത്തെ. ഞാൻ കുളത്തിൻ്റെ ലുക്ക് കാട്ടിത്തരണം എങ്ങനെ ഉണ്ടാക്കിയിരിക്കണെന്നുള്ള ഇപ്പോൾ കാട്ടിത്തരാം. ഷേപ്പൊന്നും ഇല്ലാത്ത കല്ലുകളാട്ടോ ഇതിന് വെച്ചിക്കണ്. ഉറുമ്പൂടൊക്കെ ഉണ്ടായിക്കണം ഗൈസ്. ഏകദേശം ഇത് ഈ ഒരു ഹൈറ്റാണ്. ഹൈറ്റ് ഇത്രേ ഉള്ളൂ. നമുക്കിത് കുഴിച്ച് ഇനി പണിയെടുക്കണം കേട്ടോ. 2 ഷീറ്റും അങ്ങനെ കഴുകി വെച്ചു കേട്ടോ. ഗൈസ് അങ്ങനെ ആഴം കൂട്ടൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടോ നമ്മൾ കുത്തുന്നത്. വിക്കാസല്ല കൈക്കോട്ടാണ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ കൊണ്ട് കയ്യിൽ ആഴം കൂട്ടി കുറച്ചും കൂടി കൂട്ടണമെന്നായിരുന്നു. അപ്പത്തിനുള്ളൊരു വേരുണ്ട്. ഇതിങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ നമുക്ക്.
അപ്പം ഇനി ഷീറ്റ് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മൾ ഇതിൻ്റെ അടിയിൽ 2 കോട്ട് ഷീറ്റ് വിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മേലെ ആ ഷീറ്റ് വിരിച്ചാൻ വേണ്ടി പോണേ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയപ്പോഴാണ് കണ്ടു. ചില പറഞ്ഞിട്ടിടൂല വലിയ ബനാണെന്ന്. ബാക്കി 2 അടും കേട്ടോ. ചെറുത്താ മാറിക്ക് ഇനി വേരിൻ്റെ മേലൊക്കെ വെള്ളമാക്കും. എടുക്ക് അല്ല ഇടേ വേഗം വേണം. കുറേ നേരം എടുത്തിടും. കുറച്ച് പായലിടാം. കയ്യിലെന്ത് തീർന്നിട്ടോ കിട്ടോ മീനി കൂടി ഇടേ.